ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദി പ്രസന്റ് ടോക്സ്. നമ്മൾ കഴിക്കുന്ന ഒരു നേരത്തെ ആഹാരത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിലൂടെയോ നമ്മുടെ ഉള്ളിലെത്തി നമ്മുടെ ശരീരത്തെ മൊത്തം തളർത്താൻ കഴിയുന്ന ഒരു വില്ലനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വെറുമൊരു വയറിളക്കം എന്ന് കരുതി നമ്മൾ നിസ്സാരമായി തള്ളിക്കളയുന്ന പല മരണങ്ങൾക്കും പിന്നിൽ ഒരു ബാക്ടീരിയ ഉണ്ട്. അതാണ് ഷിഗല്ല. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോ കേവലം അറിവിനായി, എഡ്യൂക്കേഷണൽ പർപ്പസസ് മാത്രമുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ രോഗലക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ ദയവായി ഒരു ഡോക്ടറെ കണ്ട് കൃത്യമായ ചികിത്സ തേടുക. ഇനി നമുക്ക് നോക്കാം, എന്താണ് ഈ ഷിഗല്ല ഇത്ര അപകടകാരിയാകുന്നത്? നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഈ ബാക്ടീരിയയുടെ സ്വഭാവം അറിഞ്ഞാൽ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടും. ഇതിന് ജീവിക്കാൻ ഓക്സിജൻ വേണമെന്ന് നിർബന്ധമില്ല. ഓക്സിജൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് സുഖമായി വളരും. നമ്മുടെ ശരീരത്തിനുള്ളിലെ ഏത് അവസ്ഥയോടും പൊരുത്തപ്പെടാൻ ഇതിന് പ്രത്യേക കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ ഉള്ളിൽ കടന്നാൽ ഇതിനെ പുറത്താക്കുക അത്ര എളുപ്പമല്ല. ഷിഗല്ല എന്ന് കേൾക്കുമ്പോൾ ഒന്നാണെന്ന് വിചാരിക്കരുത്. ഇതിൽ പ്രധാനമായും 4 ടൈപ്പ് വില്ലന്മാരുണ്ട്. 1. ഷിഗല്ല സോണി, ഇതാണ് അമേരിക്കയിലൊക്കെ കൂടുതൽ. 2. ഷിഗല്ല ഫ്ലെക്സ്നേരി, നമ്മുടെ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇതാണ്. 3. ഷിഗല്ല ബോയ്ഡി, പിന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയ ഷിഗല്ല ഡിസെൻറ്ററി. ഇതിൽ ഓരോന്നിനും ഓരോ രീതിയിലുള്ള ആക്രമണ ശൈലിയാണുള്ളത്. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന വയറിളക്ക രോഗങ്ങളിൽ ഏറ്റവും മുൻപന്തിയിലാണ് ഷിഗല്ലയുടെ സ്ഥാനം. ഇതിലേറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്നറിയാമോ? ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെയാണ്. 6 മാസം മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് ഇത് അതിവേഗം പടരുന്നതും അപകടമുണ്ടാക്കുന്നതും. വികസ്വര രാജ്യങ്ങളിൽ ശിശുമരണ നിരക്ക് കൂടിയതിൽ ഈ വൈറസ് കാരണക്കാരനാണ്. ഈ ഷിഗല്ല എങ്ങനെയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തുന്നത് എന്നറിയാമോ? കേൾക്കുമ്പോൾ അല്പം അരോചകമായി തോന്നിയേക്കാം, പക്ഷേ സത്യം ഇതാണ്. ഇത് പ്രധാനമായും പടരുന്നത് ഫേക്കൽ ഓറൽ റൂട്ട് വഴിയാണ്. അതായത് രോഗബാധിതനായ ഒരാളുടെ വിസർജ്യത്തിലൂടെ പുറത്തു വരുന്ന ഈ ബാക്ടീരിയകൾ ശുചിത്വമില്ലായ്മ കാരണം ഭക്ഷണത്തിലോ വെള്ളത്തിലോ കലരുന്നു. ഏറ്റവും പേടിപ്പെടുത്തുന്ന കാര്യം എന്താണെന്നറിയാമോ? വെറും 10 മുതൽ 200 വരെ ബാക്ടീരിയകൾ മതി ഒരാളെ രോഗിയാക്കാൻ. നമ്മുടെ ഒരു തുള്ളി വെള്ളത്തിൽ പോലും ഇതിലും എത്രയോ ഇരട്ടി ബാക്ടീരിയകൾ ഉണ്ടാകാം. മറ്റൊരു പ്രധാന കാര്യം, രോഗം ഭേദമായി എന്ന് നമ്മൾ കരുതിയാലും ആ വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് ഏകദേശം 6 ആഴ്ച വരെ ഈ ബാക്ടീരിയകൾ മറ്റുള്ളവരിലേക്ക് പടരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലുകൾ, ഡേ കെയറുകൾ, നേഴ്സിംഗ് ഹോമുകൾ എന്നിവിടങ്ങളിൽ ഇത് അതിവേഗം പടരും. ഇനി നമുക്ക് ശരീരത്തിനുള്ളിലെ ആ യുദ്ധം ഒന്ന് നോക്കാം. ഈ ബാക്ടീരിയ നമ്മുടെ ഉള്ളിലെത്തിയാൽ പിന്നെ സംഭവിക്കുന്നത് സിനിമയെ വെല്ലുന്ന കാര്യങ്ങളാണ്. ആദ്യ കടമ്പ നമ്മുടെ വയറ്റിലെ ശക്തമായ ആസിഡിനെ പോലും അതിജീവിച്ച് ഇവൻ നേരെ ചെറുകുടലിലെത്തും. അവിടെ വെച്ച് ഇവൻ തൻ്റെ സൈന്യത്തെ വർദ്ധിപ്പിക്കും. അടുത്ത ലക്ഷ്യം അവിടെ നിന്ന് നേരെ വൻകുടലിലേക്ക് കടക്കും. അവിടെയാണ് യഥാർത്ഥ അക്രമം തുടങ്ങുന്നത്. വൻകുടലിൻ്റെ ആവരണത്തെ ഇവൻ തുളച്ചു കയറാൻ തുടങ്ങും. നമ്മുടെ പ്രതിരോധ സംവിധാനം, ഇമ്മ്യൂണി സിസ്റ്റം ഇതിനെ തടയാൻ നോക്കുമെങ്കിലും ഈ ബാക്ടീരിയ അവിടെ പ്രത്യേക വിഷാംശങ്ങൾ, ടോക്സിൻസ് പുറപ്പെടുവിക്കും. ഈ വിഷം കാരണം നമ്മുടെ കുടലിന് വെള്ളം ആഗീകരണം ചെയ്യാൻ പറ്റാതാവുകയും കുടൽ ഭിത്തികൾക്ക് മുറിവേറ്റ് രക്തം വരാൻ തുടങ്ങുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ ബാസിലറി ഡിസെൻറ്ററി എന്ന് വിളിക്കുന്നത്. വെറുമൊരു വയറിളക്കമല്ല, ഇതൊരു ആന്തരിക ആക്രമണമാണ്. ഈ ബാക്ടീരിയ നമ്മുടെ ഉള്ളിലെത്തിയാൽ ഉടനെ അസുഖം വരുമെന്ന് വിചാരിക്കരുത്. സാധാരണയായി 3 ദിവസം കഴിഞ്ഞാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ പുറത്തു വരുന്നത്. പക്ഷേ ചിലപ്പോൾ വെറും 12 മണിക്കൂറിനുള്ളിൽ തന്നെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാം. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ? തീവ്രമായ വയറിളക്കം, ഇത് 2 ആഴ്ചയോളം നീണ്ടു നിൽക്കാം. മലത്തോടൊപ്പം രക്തമോ കൊഴുപ്പോ കണ്ടാൽ അത് ഗൗരവമായി എടുക്കണം. കടുത്ത വയറുവേദന, സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വയറുവേദനയും കൊളുത്തിപ്പിടുത്തവും അനുഭവപ്പെടാം. പിന്നെ ഉണ്ടാവുന്നത് ശക്തമായ പനിയാണ്. ശരീരം വല്ലാതെ ചൂടാകും. ഏകദേശം 105 ഡിഗ്രി 41 ഡിഗ്രി സെൽഷ്യസ് വരെ പനി കൂടാൻ സാധ്യതയുണ്ട്. ഹൃദയമിടിപ്പ് കൂടുന്നത് മറ്റൊരു സിംറ്റമാണ്. ശ്വാസം വേഗത്തിലാവുകയും രക്തസമ്മർദ്ദം BP കുറയുകയും ചെയ്തേക്കാം. ഇതുകൂടാതെ കൂടെ ടോയ്ലറ്റിൽ പോകണമെന്ന തോന്നൽ, ഛർദി, ശരീരമാകെ തളരുക എന്നിവയും ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ഏറ്റവും പേടിക്കേണ്ടത് കുട്ടികളെയാണ്. കാരണം അവർക്ക് ഈ പനി കാരണം അപസ്മാരം വരെ വരാൻ സാധ്യതയുണ്ട്. ഈ രോഗം ആർക്കും വരാമെങ്കിലും ചിലരെ ഇത് വളരെ വേഗത്തിൽ തളർത്തിക്കളയും. അതുകൊണ്ട് ഈ പറയുന്നവർക്ക് പ്രത്യേക ശ്രദ്ധ വേണം.
പോഷകാഹാരക്കുറവുള്ള കുട്ടികൾ പ്രതിരോധശേഷി കുറവായതിനാൽ ഇവർക്ക് രോഗം പെട്ടെന്ന് കൂടും. മുതിർന്നവർ, പ്രായമായവരിലും ഈ ബാക്ടീരിയ പെട്ടെന്ന് പിടിമുറുക്കും. മറ്റസുഖമുള്ളവർ, ഡയബറ്റീസ്, അതായത് പ്രമേഹം, എയ്ഡ്സ്, HIV തുടങ്ങിയ അസുഖങ്ങൾ കാരണം പ്രതിരോധശേഷി കുറഞ്ഞവർക്കും ഇത് വളരെ അപകടകരമാണ്. സാധാരണയായി ഈ രോഗം 2 മുതൽ 7 ദിവസം വരെ നീണ്ടു നിൽക്കാം. പക്ഷേ മുകളിൽ പറഞ്ഞ ആളുകളിൽ ഇത് വലിയ കോംപ്ലിക്കേഷനുകൾ ഉണ്ടാക്കാം. ഷിഗല്ല കുറഞ്ഞു എന്ന് വിചാരിച്ച് നമ്മൾ സമാധാനമായി ഇരിക്കുമ്പോഴായിരിക്കാം ചിലപ്പോൾ പുതിയ ചില പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഇതിനെയാണ് പോസ്റ്റ് ഇൻഫെക്ഷൻ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അസുഖം മാറി 2 ആഴ്ച മുതൽ 1 മാസം കഴിഞ്ഞാൽ ചിലരിൽ റിയാക്റ്റീവ് ആർത്രൈറ്റിസ് എന്ന അവസ്ഥ വരാം. അതായത് സന്ധികളിൽ, പ്രത്യേകിച്ച് മുട്ടുകളിൽ കടുത്ത വീക്കവും വേദനയും അനുഭവപ്പെടും. യുവാക്കളിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്. മറ്റൊരു പ്രശ്നം IBS ആണ്. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ദീർഘകാലം നിലനിൽക്കുകയും ഇടയ്ക്കിടെ വയറുവേദനയും മലബന്ധവും ഒക്കെ അനുഭവപ്പെടുകയും ചെയ്യാം. എന്നാൽ ഇതിനേക്കാൾ ഒക്കെ ഭയപ്പെടേണ്ട ഒന്നാണ് ഹീമോലിറ്റിക് യുറമിക് സിൻഡ്രോം, HUS. ഇത് പ്രധാനമായും ഷിഗല്ല ഡിസെൻറ്ററി എന്ന ബാക്ടീരിയ മൂലമാണ് ഉണ്ടാകുന്നത്. ഇത് നമ്മുടെ രക്തത്തെയും വൃക്കകളെയും നേരിട്ട് ബാധിക്കും. മൂത്രത്തിലൂടെ രക്തം വരുന്നത് ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. പ്രതിരോധശേഷി കുറഞ്ഞവരിലും കുട്ടികളിലും ഇത് ചിലപ്പോൾ അതിഭീകരമായ അവസ്ഥയിലേക്ക് മാറിയേക്കാം. ഇതുവഴി തലച്ചോറിനെ ബാധിക്കാം. സ്വബോധം നഷ്ടപ്പെടുകയോ കോമയിലേക്ക് പോവുകയോ ചെയ്യാം. വൃക്കകൾ തകരാറിലാകാം. മൂത്രം തീരെ പോകാത്ത അവസ്ഥ വരാം. അതുകൊണ്ട് ഇത് വെറും ഒരു വയറിളക്കം മാത്രമല്ല എന്നിപ്പോൾ മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ ടെസ്റ്റുകളെക്കുറിച്ചൊന്ന് നോക്കാം. പ്രധാനമായും മലം പരിശോധിച്ചാണ് സ്റ്റൂൾ ടെസ്റ്റ് ഈ ബാക്ടീരിയ കണ്ടെത്തുന്നത്. സ്റ്റൂൾ കൾച്ചർ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ്. ഇതിലൂടെ ഏത് ടൈപ്പ് ഷിഗല്ലയാണ് വില്ലൻ എന്ന് നമുക്ക് ഉറപ്പിക്കാം. തുടർന്ന് ആൻറ്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി, ഈ ബാക്ടീരിയയെ നശിപ്പിക്കാൻ ഏത് മരുന്നാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഈ ടെസ്റ്റ് പറഞ്ഞു തരും. ഇതുകൂടാതെ രക്തം പരിശോധിക്കുമ്പോൾ അനീമിയ, അതായത് രക്തക്കുറവ്, പ്ലേറ്റ്ലെറ്റ് കുറയുക, അല്ലെങ്കിൽ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടോ എന്ന് അറിയാനുള്ള ESR, CRP എന്നിവയുടെ അളവ് കൂടുക തുടങ്ങിയ മാറ്റങ്ങളും ഡോക്ടർമാർ ശ്രദ്ധിക്കാറുണ്ട്. കടുത്ത സാഹചര്യങ്ങളിൽ ബാക്ടീരിയ രക്തത്തിൽ കലർന്നിട്ടുണ്ടോ എന്നറിയാൻ ബ്ലഡ് കൾച്ചർ ടെസ്റ്റും ചെയ്യാറുണ്ട്. എങ്ങനെയാണ് ഇതിനെ ചികിത്സിക്കുന്നത്? ഷിഗല്ലയെ എങ്ങനെ തുരത്താം? പലപ്പോഴും ഇത് തനിയെ മാറുമെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ കൃത്യമായ ചികിത്സ അത്യാവശ്യമാണ്. ആൻറ്റിബയോട്ടിക്സ്, ഡോക്ടർമാർ ഫ്ലൂറോക്കിനോലോൺസ് അല്ലെങ്കിൽ അസിത്രോമൈസിൻ പോലുള്ള മരുന്നുകൾ നൽകാറുണ്ട്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്ന് പല ആൻറ്റിബയോട്ടിക്കുകളെയും പ്രതിരോധിക്കാൻ ഈ ബാക്ടീരിയ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ സ്വയം ചികിത്സ പാടില്ല. ശരീരത്തിൽ വെള്ളം നിലനിർത്തുക ഏറ്റവും പ്രധാനമാണ്. വയറിളക്കം കാരണം ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടുന്നത് തടയാൻ ധാരാളം ദ്രവരൂപത്തിലുള്ള ആഹാരവും ORS ലായനിയും കുടിക്കണം. ഭക്ഷണക്രമം വളരെ പ്രധാനമാണ്. പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക. പാലും പാലുൽപ്പന്നങ്ങളും ഈ സമയത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. പോഷകാഹാരത്തിൻ്റെ പ്രാധാന്യം, ന്യൂട്രീഷൻ സപ്പോർട്ട്, പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ ചില വിറ്റാമിനുകൾ ഈ രോഗം വേഗത്തിൽ മാറാൻ സഹായിക്കും. വിറ്റാമിൻ A, സിങ്ക് എന്നിവ നൽകുന്നത് കുടലിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാനും പെട്ടെന്ന് സുഖം പ്രാപിക്കാനും സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. ഇനി പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വയറിളക്കം വന്നാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഉടനെ മെഡിക്കൽ ഷോപ്പിൽ പോയി വയറിളക്കം നിർത്താനുള്ള മരുന്നുകൾ വാങ്ങി കഴിക്കും. പക്ഷേ ഷിഗല്ല ഇൻഫെക്ഷൻ ഉള്ളപ്പോൾ ഇത് ഒരിക്കലും ചെയ്യരുത്. എന്തുകൊണ്ടെന്നറിയാമോ? ഇത്തരം മരുന്നുകൾ കഴിക്കുമ്പോൾ നമ്മുടെ കുടലിൻ്റെ ചലനം കുറയുകയും ആ ബാക്ടീരിയകളും അവ പുറപ്പെടുവിക്കുന്ന വിഷാംശങ്ങളും നമ്മുടെ ശരീരത്തിന് പുറത്തേക്ക് പോകാതെ ഉള്ളിൽ തന്നെ കെട്ടിക്കിടക്കുകയും ചെയ്യും. ഇത് ഇൻഫെക്ഷൻ കൂടുതൽ വഷളാക്കാനും മുകളിൽ പറഞ്ഞ മാരകമായ കോംപ്ലിക്കേഷൻസിലേക്ക് നിങ്ങളെ എത്തിക്കാനും കാരണമാകും. അതുകൊണ്ട് വയറിളക്കം വരുമ്പോൾ സ്വയം ചികിത്സിക്കാതെ കൃത്യമായ മെഡിക്കൽ സഹായം തേടുക. നമ്മുടെ കുഞ്ഞുങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഈ വില്ലനിൽ നിന്ന് രക്ഷിക്കാൻ കൃത്യമായ ശുചിത്വവും ബോധവൽക്കരണവുമാണ് ആവശ്യം. കൈകൾ സോപ്പിട്ട് കഴുകുന്നതും ശുദ്ധമായ വെള്ളം കുടിക്കുന്നതും വഴി ഈ വില്ലനെ നമുക്ക് അകറ്റി നിർത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മറക്കാതെ ഷെയർ ചെയ്യുക. മറ്റൊരു പ്രധാന വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം.